ദേശീയപാത 85ന്റെ ഭാഗമായ നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടുന്ന നടപടികൾ സർക്കാർ തലത്തിൽ മുമ്പോട്ട് പോകുന്നുണ്ടെന്ന് അഡ്വക്കേറ്റ് എ രാജ MLA അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വിഷയം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി വനംവകുപ്പും റവന്യൂ വകുപ്പും സ്ഥലത്ത് ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തി. ഫയൽ റവന്യൂ സെക്രട്ടറിയുടെ കൈവശം എത്തിയതായും റവന്യൂ സെക്രട്ടറി ഉടൻ ഫയൽ ചീഫ് സെക്രട്ടറിക്ക് കൈമാറുമെന്നും ഫയൽ ലഭിച്ചാൽ ഉടൻ തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് ചീഫ് സെക്രട്ടറി അറിയിച്ചിട്ടുള്ളത് എന്നും MLA വ്യക്തമാക്കി. ദേശീയപാത 85ന്റെ ഭാഗമായ നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ സർക്കാർ മെല്ലെപ്പോക്ക് നടത്തുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കെയാണ് വിഷയത്തിൽ അഡ്വക്കേറ്റ് എ രാജ MLAയുടെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടുന്ന നടപടികൾ സർക്കാർ തലത്തിൽ മുമ്പോട്ടു പോകുന്നുണ്ടെന്ന് MLA അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വിഷയം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി വനംവകുപ്പും റവന്യൂ വകുപ്പും സ്ഥലത്ത് ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തി. ഫയൽ റവന്യൂ സെക്രട്ടറിയുടെ കൈവശം എത്തിയതായും റവന്യൂ സെക്രട്ടറി ഉടൻ ഫയൽ ചീഫ് സെക്രട്ടറിക്ക് കൈമാറുമെന്നും ഫയൽ ലഭിച്ചാലുടൻ തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് ചീഫ് സെക്രട്ടറി അറിയിച്ചിട്ടുള്ളതെന്നും MLA വ്യക്തമാക്കി. ഈ സ്ഥലം ഇപ്പോൾ ഫോറസ്റ്റും അതുപോലെ റവന്യൂ വകുപ്പും കൂടി ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തി ഏറ്റവും അവസാനം ഇപ്പോൾ റവന്യൂ സെക്രട്ടറിയുടെ കയ്യിലാണ് ഫയൽ ഇരിക്കുന്നത്. റവന്യൂ സെക്രട്ടറി മിക്കവാറും ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ചീഫ് സെക്രട്ടറിക്ക് കൊടുക്കും. ചീഫ് സെക്രട്ടറി എത്രയും വേഗം നടപടികൾ സ്വീകരിക്കാമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ തുടർച്ചയായി എല്ലാം കൂടെ ഗവൺമെൻറ്റിനെതിരെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ് ഈ റോഡ് വികസനത്തെ തടസ്സപ്പെടുത്തുന്നു എന്നുള്ള നിലയ്ക്കാണ് പല ആളുകളും ഇവിടെ പ്രചരണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ദേശീയപാത വികസനം കേരളത്തിൽ 2016 ശേഷം നമ്മൾ നോക്കിയാൽ കേരളത്തിൽ 45 മീറ്റർ ഒരറ്റം മുതൽ മരറ്റം വരെ നല്ല രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് റോഡ് വികസനത്തിന് വേണ്ടി അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ദേശീയപാത വികസനത്തെ സർക്കാർ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന തരത്തിലുള്ള പ്രചാരണം ചിലർ നിരന്തരം നടത്തുന്നുണ്ട്. സംസ്ഥാനത്തെ ദേശീയപാത വികസനത്തിന് എല്ലാവിധ പിന്തുണയും നൽകുന്ന സർക്കാരാണ് നിലവിലുള്ളത്. 2016 ശേഷമുള്ള ദേശീയപാത വികസന ജോലികൾ ഇതിന് ഉദാഹരണമാണ്. മൂന്നാർ ബോഡിമെട്ട് റോഡ് വികസന കാലത്ത് ചിലയിടങ്ങളിൽ വനംവകുപ്പ് തടസ്സവാദം ഉന്നയിച്ചപ്പോൾ സർക്കാർ ഇടപെട്ട് വിഷയത്തിൽ പ്രശ്നപരിഹാരം കാണുകയും റോഡ് വികസനം സാധ്യമാക്കുകയും ചെയ്ത മുൻകാല അനുഭവമുണ്ട്. റോഡ് വികസനത്തിനായി സർക്കാർ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം സർക്കാർ ചെയ്യുന്നുണ്ടെന്നും ഇപ്പോഴത്തെ പ്രശ്നത്തിലും സർക്കാരിന്റെ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകുമെന്നും MLA അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി.